ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത് അഴീക്കൽ ബീച്ചിലാണ്. ഇവിടെ കാർണിവൽ നടക്കുകയാണ് നമ്മുടെ ന്യൂ ഇയർ പ്രമാണിച്ച്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വന്നമ്പാടെ തന്നെ അച്ഛൻ്റെ കയ്യിൽ ബാഗൊക്കെ കൊടുത്ത് നമ്മൾ ബീച്ചിലേക്ക് നമ്മുടെ കടലിലേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ്. അവിടെ കിടന്ന് കുത്തി മറിയാനായിട്ട്. അപ്പോൾ നമ്മുടെ ബീച്ചിലോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ ആദ്യം ഓർക്കുന്നത് നമ്മുടെ കടലിൽ ഇങ്ങനെ കാലിൽ നനച്ച് നമ്മുടെ ഓടിച്ചാടി ഇങ്ങനെ കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവിടെ തുള്ളി മറിഞ്ഞൊക്കെ പോകുമ്പോൾ അപ്പോൾ പറയും ഓടരുതെന്ന്. പക്ഷേ എവിടെ കേൾക്കാൻ ഞാൻ ഓടി തന്നെ പോകത്തുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കടലിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പോയപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഒരു 100 നിർദ്ദേശം തന്നെ തന്നിട്ടുണ്ടായിരുന്നു. കാല് നനയ്ക്കരുതെന്നല്ല, ഉടുപ്പിങ്ങനെ നനയ്ക്കരുത്, വേറെ ഡ്രസ്സില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. നമ്മൾ ആ കടലിലിറങ്ങി ആരാ ഡ്രസ്സ് നനയ്ക്കാത്തത്? ഞാൻ ഡ്രസ്സൊക്കെ നനച്ചായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ അവിടെ നിന്നിട്ടും കൊതി തീരുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു. അല്ലെങ്കിലും കടലിൽ ഇങ്ങനെ കളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു രസമല്ലേ. അപ്പോൾ ഞാൻ കുറേ നേരം ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ വരുമ്പോൾ കുറേ നേരം ഇരുന്ന് ഞാൻ ബീച്ചിൽ കളിക്കുന്നത്. സാധാരണ നമ്മൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ബീച്ചിൽ കളിച്ചിട്ട് ബാക്കിയെല്ലാം അവിടെ ഇങ്ങനെ ചുറ്റുപാടും ഇങ്ങനെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു കുട്ടിയാണെങ്കിൽ ഒരു ജീപ്പൊക്കെ ഇട്ട് കളിക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ട് കടലിലൊക്കെ അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. അപ്പോൾ പിന്നെയും ഞാൻ തന്നെ കടലിലിറങ്ങി ഷാറുഖ് ഖാൻ്റെ ഒക്കെ പാട്ടൊക്കെ ഇട്ട് വലിയ ഹീറോയിസം കാണിച്ചൊക്കെ നിൽക്കുമായിരുന്നു. ആ സമയത്തായിരുന്നു അതുവഴി ഒരു ഒട്ടകം വന്നത്. ആദ്യമായിട്ടായിരുന്നു ഞാൻ ഒട്ടകത്തെ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഒട്ടകത്തിനെ കണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ അഴീക്കൽ ബീച്ചില്. അപ്പോൾ ഇവിടെ കാർണിവലൊക്കെ നടക്കുന്നതുകൊണ്ട് ഒട്ടക സഫാരി അപ്പൊ അതൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്താ പെറ്റ് ഷോ ഉണ്ട്. പിന്നെ കുറെ റൈഡ് ഉണ്ട്. എനിക്ക് ജൈന്റ് വീല് കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചേട്ടന്മാർ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടായിരുന്നു കുലുക്കിയൊക്കെ അടിച്ചിരുന്നത്. അപ്പോൾ നമ്മളത് കണ്ടുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് വന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങോട്ട് നോക്ക്. മൊത്തം പട്ടം നോക്ക്. കാണാൻ പറ്റുമോ? എനിക്ക് വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ പട്ടം പറത്താനാവുന്നില്ല. അപ്പോൾ ഞാൻ പട്ടം പെടുത്താൻ അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞ് വലിയ വിഷമത്തിൽ വരുമായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ കാറ്റാടിയൊക്കെ കണ്ടു. പിന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾക്കും ഒക്കെ കയറാൻ പറ്റുന്ന റൈഡൊക്കെ കണ്ടു. അവിടെ കുറേ കുട്ടികളാണെങ്കിൽ ഓടിച്ചാടി മറിഞ്ഞ് കളിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ മാങ്ങയും ഉപ്പും വളവും ഒക്കെ ഇട്ട് വെച്ച ആ സ്പോട്ട് നമ്മൾ പിന്നെയും കണ്ടുപിടിച്ച് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ അച്ഛനെ അമ്മയും പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ടുവന്ന് അത് വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഈ ഉപ്പിലിട്ട മാങ്ങ, അതുപോലെ തന്നെ മുളകിട്ട മാങ്ങ, അങ്ങനെയൊക്കെ ഉള്ള എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 50 രൂപയായിരുന്നു റേറ്റ്. അപ്പോൾ നമ്മളത് വാങ്ങിച്ചു. അപ്പോൾ ഇത് കിട്ടിയതിൻ്റെ സന്തോഷമാണ്. ഞാൻ ആദ്യമായിട്ട് മുളകും ഉപ്പും ഒക്കെ ഇട്ട മാങ്ങ കഴിക്കുന്ന പോലെയാണ് എൻ്റെ എക്സ്പ്രഷനൊക്കെ. അപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1-2 കഷ്ണം മാങ്ങ ഞാനാണെങ്കിൽ അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ ഞാനും കഴിച്ചു. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട, അച്ഛനാണെങ്കിൽ ഇതുപോലെ മാങ്ങ അങ്ങനെയൊന്നും കഴിക്കാറില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മാങ്ങയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മളിങ്ങനെ നടക്കാനായിട്ടൊക്കെ ഇറങ്ങി. ആ സമയം അവിടെ അത്തറൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സോഡയൊക്കെ വാങ്ങിക്കാനായിട്ട് ഒരു കടയിൽ കയറി. ആ സമയത്തായിരുന്നു അച്ഛൻ്റെ നമ്മുടെ വണ്ടിയുടെ താക്കോല് കാണുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നടന്നായിരുന്നു. ആ
സമയത്തായിരുന്നു അച്ഛൻ്റെ പാൻറ്റിൽ അത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് എടുത്ത് നമ്മളൊരു സെക്കൻഡ് അങ്ങ് പേടിച്ചു പോയി. പക്ഷേ എന്നാലും നമ്മൾ പ്രതീക്ഷ കൈവിടാതെ നോക്കിയത് കൊണ്ട് നമുക്ക് നമ്മുടെ താക്കോല് കിട്ടി. അപ്പോൾ സോഡയും ഒക്കെ കിട്ടി, താക്കോലും കിട്ടി. അങ്ങനെ നമ്മൾ നടന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചു. ചായ വാങ്ങിച്ചു കുടിച്ചു. പിന്നെ 2-3 ബോർബൺ ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് കുറച്ച് നമ്മുടെ പൂത്തിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കടൽക്കരയിൽ ചെന്ന് പൂത്തിരിയൊക്കെ കത്തിച്ചു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ന്യൂ ഇയർ ആഘോഷം. നമ്മുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം നടക്കാനായിട്ട് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു നമ്മുടെ ഫ്ലവർ ക്രൗൺ കണ്ടത്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, അത് തന്നെ അങ്ങ് വാങ്ങിച്ചു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ആ ആംഗിൾ തന്നെ വിൽക്കുന്ന കുറച്ച് ബലൂൺസ് ഒക്കെ ഉണ്ടായിരുന്നു, ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ഉള്ളത് തന്നെ. അപ്പോൾ നമ്മളത് കുറച്ച് നേരം കയ്യിലൊക്കെ പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മ എന്നെ കളിയാക്കുകയാണ്, മോളെ ഇതിനെത്ര എന്നൊക്കെ വിളിച്ച്. അപ്പോൾ ഞാനത് പിന്നെ തിരിച്ച് ആങ്കിളുടെ കയ്യിൽ തന്നെ കൊടുത്ത് പിന്നെയും നമ്മൾ നടക്കാനായിട്ട് തുടങ്ങി. ഇതേ നമ്മുടെ നമ്മളെന്താ പെറ്റ് ഷോയുടെയൊക്കെ നടക്കുന്ന അകത്തോട്ട് പോകുന്നതിനുള്ള ഗേറ്റ് പോലെ അവർ സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നിന്ന് റീൽസ് എടുത്ത് സൂപ്പറായിരിക്കും. പിന്നെ നമ്മൾ അങ്ങോട്ടൊക്കെ പോയി നമ്മുടെ പെറ്റ് ഷോയും പിന്നെ അതുപോലെ തന്നെ പാർക്കും ഒക്കെ ഉള്ള ഏരിയയിലോട്ട് നമ്മൾ പോയി. എല്ലാം നമ്മൾ നോക്കിക്കത്തേ ഉള്ളൂ, ഒന്നിലും കയറിയില്ല. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലമാണ്. ഇവിടെ തന്നെയാണ് വലിയവരുടെ പാർക്കും. അപ്പോൾ നമ്മളവിടെ കുറേ നേരം ഇങ്ങനെയൊക്കെ നോക്കി കളിച്ചൊക്കെ നിന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ അഴീക്കൽ പാലത്തിൻ്റെ മണ്ടയ്ക്ക് പോയി നമ്മൾ കുറേ വീഡിയോ ഒക്കെ എടുത്തു. 2 ചേച്ചിമാരാണെങ്കിൽ ഈ ഒരു ഊഞ്ഞാലിൻ്റെ ഏറ്റവും ഒറ്റത് മണ്ടയ്ക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പം അത് ഇങ്ങനെ ആട്ടാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ആ ചേച്ചിമാർ അലച്ചു പോവുമായിരുന്നു. പിന്നെ അവർ അലച്ചു പോകുന്നതൊക്കെ കണ്ട് രസിച്ചിട്ട് നമ്മളിപ്പോൾ വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും